ഹായ്. ഞാനേ ഒന്ന് നനച്ചു കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ. കുപ്പികളൊക്കെ കഴുകിയത് വെയിലത്ത് വെക്കാണ്. എനിക്ക് അതിന് മാത്രം നനച്ചുളിയൊന്നുമില്ല കേട്ടോ. ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീട് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാണ്ട്, അപ്പോൾ അതിനൊന്നും ഇപ്പോൾ പറ്റണൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴുകാനുള്ള കുപ്പികളൊക്കെ കഴുകിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് ഉച്ചക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. ചമ്മന്തിയും പിന്നെന്താ സാമ്പാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ് ഏകദേശം രാവിലെ തന്നെ തീർത്തിട്ടുണ്ട്. ഇന്ന് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം ബെഡ്റൂമൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കുള്ളത് കുഞ്ഞു സ്പേസ് ആണെങ്കിലും അത് മാക്സിമം വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരുന്നാൽ തന്നെ അവിടെ വല്ലാത്തൊരു പോസിറ്റീവ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കറികളൊക്കെയാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഇടുന്നത് കേട്ടോ. ഇന്നങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഒരു ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിലില്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് എനിക്ക് കേട്ടോ. പിന്നെ ഒട്ടുമിക്ക വർക്കിംഗ് അമ്മമാരും അങ്ങനെ തന്നെ ആവില്ലേ. നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കുന്ന ഒരു ദിവസമാവും. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ റാഗിൻ്റെ പുട്ടും പിന്നെ കുറച്ച് മുട്ടയും പഴമൊക്കെ അങ്ങനെയൊക്കെ പുഴുങ്ങിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഈ റാഗിൻ്റെ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ തേങ്ങയൊക്കെ ഇട്ടിട്ട് കറിയില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ അല്ലറ ചില്ലറ പെറുക്കലും അടിക്കലും വാരലും ക്ലീനിക്കും ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് സമയം കിടന്നുറങ്ങി. പിന്നെ പുറത്തൊന്ന് പോകാണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ ഞാൻ വന്നപ്പോൾ കുറച്ച് പ്ലംസ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിട്ടത്. ഇങ്ങനെ എന്താ പറയുക, ചില ഫ്രൂട്ടിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ടാവില്ലേ. ഞാൻ ഈ സംഭവം എവിടെ കണ്ടാലും വാങ്ങും. ഞാൻ തന്നെ ഇഷ്ടം പോലെ കഴിക്കൂട്ടോ. ചിലപ്പോൾ മക്കൾക്കൊക്കെ ഓരോന്നേ കൊടുക്കുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കഴിക്കൂട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ നല്ലോണം വെള്ളത്തിലിട്ട് വെച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടെടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പൊക്കെ വരികയല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് പത്തിരിക്കാലാണല്ലോ. എല്ലാവരും പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലേ, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നോമ്പായതും കൊണ്ടല്ല, നമ്മൾ കുറച്ച് ബ്രദറിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉമ്മ വെച്ചിട്ടുണ്ട്. ഒന്നങ്ങോട്ട് എന്താ പറയുക, നമ്മൾ ഡ്രൈ ആക്കി എടുക്കൂലേ. അപ്പോൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സൊക്കെ, ആ ഒരു ഉറക്കിൻ്റെ മന്ദപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നതിന് ശേഷം പത്തിരിയൊക്കെ അമ്മ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ പത്തിരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മെഷീനിൽ ഉണ്ടാക്കിയ പോലെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മെയിനായിട്ട് കുഴയാണ് അതിൻ്റെ എന്താ പറയുക, ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. എഡ്ജൊക്കെ നല്ല പക്ക അടിപൊളിയായിരിക്കും. എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. ഞാനുണ്ടാക്കിയാൽ ഏതൊക്കെ ഭൂപടായിരിക്കും. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഓടിൻ്റെ നമ്മളെ മണ്ണിൻ്റെ പാത്രത്തിലൊന്നല്ല ചുടൽ. എനിക്ക് ഇതാണ് എളുപ്പം കേട്ടോ. ഞാൻ ഗ്യാസിലാണ് ഉപയോഗിക്കൽ. ഉമ്മയാണ് പിന്നെ അടുപ്പിലൊക്കെ ഉപയോഗിക്കൽ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ആ പത്തിരിയൊക്കെ ചുട്ടിട്ട് എടുക്കുകയാണ്. നോമ്പ് 30-നും പത്തിരി ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതൊരു പഴയ രീതി ആയതുകൊണ്ടല്ല, പത്തിരി എന്ന് പറയുന്നത് നോമ്പ് കാലത്ത് ഏറ്റവും നല്ലൊരു ഫുഡും കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തേക്കണം. ചെറിയ ബ്രദറിനാണ് കേട്ടോ. വലിയ ബ്രദർ വക്കീലാണ്. അവർ ഇപ്പം എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ലീവിന് വരലുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ വീട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്കൂൾ കാലത്ത് വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നൊസ്റ്റാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവനും കസിൻസും ഒക്കെ കൂടിയിട്ട് അവിടെ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഇങ്ങനെ ആട്ടാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓട്ട കുത്തിയിട്ട് കുടിച്ചിട്ട് അപ്പുറം പറമ്പിൽ എറിയണ കഥകൾ പറഞ്ഞിട്ട് ചിരിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് അവൻ്റെ ഫ്രണ്ട് വന്ന് കൊണ്ടുപോയി. പിന്നെ നമുക്ക് രാത്രിക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഗോതമ്പില്ലേ, ഇത് പോളിഷ് ചെയ്ത ഗോതമ്പാട്ടോ. ഇവിടെ അടുത്തൊരു പിന്നെ സ്ഥലമുണ്ട്, ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ ആട്ടിയത്, അതേപോലെ മല്ലി മുളക് പൊടിച്ചത് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പാകുമ്പോഴത്തേന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ഉണ്ട്. ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് ഒന്നിച്ച് വാങ്ങിക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടാൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ ഉമ്മിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്.
പിന്നെ ഇപ്പം ഞാനിപ്പോൾ അളന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ. രാത്രി നല്ലൊരു ഫുഡാണ് ഈ ഒരു ഇങ്ങനെ ഗോതമ്പ് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമുക്ക് ദഹനത്തിനും ഒക്കെ സുഖമാണ്. പിന്നെ ചോറ് കഴിക്കണം അത്രയും വയറങ്ങോട്ട് ഫില്ലാവില്ല കേട്ടോ, ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. പിന്നെ ബാക്കിയുള്ളതൊന്ന് ബോട്ടിലിൽ എടുത്ത് വെച്ചു. ഗ്രോസറികൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തീരുമ്പോൾ ഇങ്ങനെ നിറച്ച് വെക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാലൊരു പോസിറ്റീവ് തന്നെ കേട്ടോ. നമ്മളെ കിച്ചണിൽ എപ്പോഴും സാധനങ്ങളുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് തന്നെയാണ്. നമുക്കൊരു ലേഡീസിനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ പോകാനും അതേപോലെ കിച്ചണിൽ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവും. നമുക്ക് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് കിച്ചണിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ മറക്കും കേട്ടോ. പിന്നെ എനിക്ക് അപ്പുറത്ത് ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ്, ഇല്ലാത്ത സാധനം അവിടെ പോയിട്ട് എടുത്തുകൊണ്ടതാൽ മതി. അങ്ങനെ അപ്പോൾ അതൊക്കെ കുക്കറിൽ വെച്ചു. എന്താ പറയുക, എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംഭവങ്ങൾ കാണിക്കാനില്ലെങ്കിലും നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കണം കേട്ടോ.